ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതീവ ഗൗരവമായ ഒരു വിഷയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. കുടുംബജീവിതത്തിലെ കലഹങ്ങളും പൊട്ടിത്തെറികളും. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? എങ്ങനെ വചനാടിസ്ഥാനത്തിൽ കുടുംബജീവിതത്തിലെ കലഹങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും? ചില ആളുകൾ ഈ കലഹത്തിൻ്റെ കാരണം അന്വേഷിച്ചിട്ടും എന്ത് കാരണം കൊണ്ട് ഇത് നിരന്തരമായിട്ടുണ്ടാകുന്നുവെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന പല കലഹങ്ങളും പൊട്ടിത്തെറികളും ഏറ്റവും ഒടുവിൽ കുടുംബ തകർച്ചയിലേക്കും വിവാഹ മോചനത്തിലേക്ക് വരികയും ചെന്ന് എത്തുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന ദൈവവിളിയുള്ളവരുടെ കുടുംബങ്ങൾ, അതിൻ്റെ അകത്ത് പോലും നമ്മൾ ഇങ്ങനെയുള്ള തകർച്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരെന്ന് ഏറെ അഭിമാനിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായ ജീവിതം നയിക്കേണ്ടുന്ന പലരും ഈ കാരണത്താൽ അപമാനിതരായി തലകുനിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. തിരുവചനത്തിലെ ഒരു ഭാഗം വായിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ദൈവവചന സന്ദേശം അത് രൂപപ്പെടുത്തണമെന്നും അനേകരിലേക്ക് അവർക്ക് പ്രയോജനകരമായി തീരത്തക്ക നിലയിൽ അത് എത്തിക്കണമെന്നും ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത വന്നത്. ദൈവവചനത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കലക്കം വരുത്തേണ്ടതിന് കൂട്ടുകെട്ടുണ്ടാക്കി. കലക്കം വരിക എന്നുള്ളതല്ല, കലക്കം വരുത്തുക. അപ്പോൾ വരുത്തുന്ന കലക്കം. നിസാരമായ വിഷയങ്ങളുടെ പേരിൽ ആണ് ചിലരൊക്കെ പിരിയുന്നതെന്ന് തോന്നിയാലും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യത്തിൽ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ഒന്നല്ല, പല പ്രാവശ്യങ്ങളിൽ ഇത് ആവർത്തിച്ച് പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള കലഹങ്ങൾ നിരന്തരമായി സംഭവിക്കുമ്പോൾ അവർ പലപ്പോഴും അതിൻ്റെ പിന്നിലെ ആത്മീക കാര്യങ്ങളെ തിരിച്ചറിയുന്നില്ല. ഇതൊരു ആത്മീക യുദ്ധത്തിൻ്റെ ഭാഗമാണ്. വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ചിലരോടെങ്കിലും സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വരെ ദൈവം അത് ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം വചനത്തിലേക്ക് ശ്രദ്ധിക്കുക, ഈ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണത്. ഞാൻ ആ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വന്നപ്പോൾ, ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നൊക്കെ കണ്ടപ്പോൾ സൻബല്ലത്തും തോബിയാവും അമ്മോന്യരും ഒക്കെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്താണ്? കലക്കം വരുത്തുക. ഞാൻ വെറുതെ ആ ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടല്ല. ഇതൊരു ആത്മീക ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരുടെ ജീവിതത്തിൽ കലക്കം വരുന്നു എന്നുള്ളതല്ല, കലക്കം വരുത്തുന്നു. ആര് കലക്കം വരുത്തുന്നു? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, 4 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, മഹാകോപം ജ്വലിച്ചു എന്നാണ്. അവർക്ക് വിരോധമായി മഹാകോപം ജ്വലിച്ചു. ഒന്ന്, കോപം ഇതിനൊരു കാരണമാണ്. 2, യുദ്ധം ചെയ്യുക, ആത്മീക യുദ്ധം. 3, കലക്കം വരുത്തുക. 4, കൂട്ടുകെട്ടുണ്ടാക്കുക. ഈ ചില കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പിന്നിൽ ചില ആളുകൾ തന്നെ പ്രവർത്തിക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആരാണെന്നോ ഏതാണെന്നോ ഞാൻ പറയുന്നില്ല. ഒരു കുടുംബജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പ്രാർത്ഥിച്ചിട്ടൊന്നും ആ പ്രശ്നം മാറുന്നില്ല. അത് പിരിയുന്നതിൻ്റെ വക്കിൽ വരെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സങ്കടത്തോടെ ഈ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആ വ്യക്തിയോട് ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞെന്ന്, ഇവളേക്കാൾ മികച്ച ഒരു ജീവിത പങ്കാളിയെ ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. പക്ഷേ കേട്ടപ്പോൾ അത് ആ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി. പിന്നീട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടതായിട്ട് വന്നു. ആരാണെന്നോ ഏതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നോക്കിക്കേ, ദൈവത്തിൽ നിന്നല്ലാത്ത, വചനാടിസ്ഥാനത്തിലല്ലാത്ത ഇത്തരത്തിലുള്ള ആലോചനകൾ പോലും കുടുംബജീവിതത്തെ ഇല്ലാതെയാക്കും. ചില വ്യക്തികൾ ചിലരുടെ ജീവിതത്തെ തകർക്കാനായി കുടുംബജീവിതങ്ങളിൽ സ്വാധീനിക്കുന്നവരുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മഹാകോപം ഇസ്രായേലിന് നേരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ മഹാകോപം, അവർക്ക് മഹാകോപം ജനിച്ചു. 2, യുദ്ധം ചെയ്യുക. 3, കലക്കം വരുത്തുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വിഷയത്തെ ആത്മീക കണ്ണിലേക്ക് കണ്ടുവരുമ്പോൾ, അതായത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ യെരുശലേമിൻ്റെ മതിൽപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു കാര്യം, പണ്ട് മതിൽ പണിത കാര്യമൊന്നും പറയാനല്ല ഞാൻ നിൽക്കുന്നത്, പക്ഷേ ഈ മതിൽ എന്ന് പറയുന്നത് എന്താണ്? മതിൽ, സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീർ ഒഴുക്കുക. ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടുന്നവരും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളവരും ദൈവത്തിൻ്റെ വിളിയുള്ളവരുമായ അനേകരുടെ കുടുംബത്തെ ഇല്ലാതാക്കുവാൻ ഇരുളിൻ്റെ ശക്തികളാൽ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികൾ പല സമയങ്ങളിലും അതിന് പരിശ്രമം നടത്താറുണ്ട്. നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം അത് ദൈവം യോജിപ്പിച്ചതാകാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാകാം, പ്രാർത്ഥിക്കുന്നവരാകാം. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തേത്, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ് പിശാച് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വന്നിരിക്കുന്നുവെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 1, കോപം, മഹാകോപം ജനിച്ചു. 2, ആത്മീക യുദ്ധം. 3, കൂട്ടുകെട്ട്. 4, കലക്കം വരുത്തുക. ഈ 4 കാര്യങ്ങൾ കുടുംബജീവിതത്തിലെ കലഹങ്ങളുടെ കാരണങ്ങളാണ്. നിസാരമായ വിഷയങ്ങളുടെ പേരിൽ കോപിക്കുന്നവർ, നിസാരമായ വിഷയം, ഈ അനേക ദൈവമക്കളുടെ ആത്മീക അനുഗ്രഹങ്ങളെ തടയുന്നത് കോപമാണ്. കോപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം പ്രസംഗങ്ങൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഈ ചിലർ വെറുതെ കോപിക്കുന്നവരുണ്ട്, എപ്പോഴും കോപിച്ച് നടക്കുന്ന ആളുകളുണ്ട്, മൂക്കിൻ്റെ അറ്റത്ത് കോപമുള്ള ആൾക്കാരുണ്ട്, ചിലർ ഒരു കാരണവുമില്ലാതെ അകാരണമായി കോപിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളിടത്തൊന്നും ദൈവ സാന്നിധ്യമല്ല അവിടെ വരുന്നത്. അവിടെ ആ സ്വഭാവത്തെ പിശാച് ഉപയോഗിക്കാനായിട്ട് വളരെ സാധ്യതകളുള്ളത് കൊണ്ട് ഈ ഒരു മേഖല വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. കോപം എന്ന് പറയുന്നത്, ഈ ശാന്തത, സൗമ്യത, വിനയം, ഇതെല്ലാം ദൈവിക ഗുണഗണങ്ങളാണ്. അതൊക്കെ ഉള്ള സ്ഥലത്തെ ദൈവത്തിന് പോലും പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ലെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ കോപം എപ്പോഴാണ് പൈശാചികമായി മാറുന്നത്? ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതുതായിട്ട് ഒത്തിരി പേര് വീഡിയോ കാണാനായിട്ട് ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് കൊണ്ട്, ആ പഴയ വീഡിയോകളെല്ലാം അവർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായിട്ട് ഞാനതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് കോപം പൈശാചികമാകുന്നത് എന്ന് മനസ്സിലാക്കുക. 1, ഒരു കാരണവുമില്ലാതെയുള്ള കോപം. അതായത് ഇപ്പോൾ ഒരു കാരണത്തിൻ്റെ പേരിൽ കോപിക്കുന്നു, ആ കോപം അത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, അതിനൊരു റീസണുണ്ട്. അത് തെറ്റാണെന്നല്ല, കോപം നല്ലൊരു വികാരം തന്നെയാണ്. പക്ഷേ ചിലർ ഒരു കാരണവുമില്ല, അത് വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. വഴക്കുണ്ടാക്കാൻ കാരണം കണ്ടുപിടിക്കുന്നവരുണ്ട്. അത് അവനവനും തന്നെ മനസ്സിലാക്കണം. 2, കോപത്തെ നിയന്ത്രിക്കണം. അതിനെ അതിൻ്റെ വഴിക്ക് പോകാൻ സമ്മതിക്കരുത്, തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു സന്ദേശം, യഹോവ കയ്യിനോട് പറയുന്നുണ്ട്, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? പിന്നീടാണ് കയ്യിൻ്റെ ആ ഒരു വലിയ കോപം സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്നതിലേക്ക്, അതെ, കൊല്ലുന്നതിലേക്ക് എത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം കോപം. 2, ആത്മീക യുദ്ധം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന, ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെടേണ്ടുന്ന പല ആത്മീക കുടുംബങ്ങളിലും ഈ ഒരാത്മീക യുദ്ധം അവിടെ അത് കലഹങ്ങൾക്കും കലക്കത്തിനും കാരണമാകും. പലതും അവർ തിരിച്ചറിയത്തില്ല. പല വിഷയങ്ങൾ പിശാച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അവരതിനെയെല്ലാം പിടിക്കാനായിട്ട് പോകും. അതിൻ്റെ പേരിൽ പരസ്പരം ഭർത്താവും ഭാര്യയും മക്കളും മിണ്ടാതെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാതെ അത് പൊട്ടിത്തെറികളായിട്ട് മാറും. അവരുമായിട്ട് ഒന്നും ബന്ധപ്പെടാത്ത വിഷയങ്ങൾ വീട്ടിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഒരാൾ അതിൻ്റെ ന്യായം പറയും, മറ്റേയാൾ അതിൻ്റെ മറുഭാഗം പറഞ്ഞ് അങ്ങനെ വലിയ കലഹത്തിലേക്ക് പോകും. നമ്മളത് മനസ്സിലാക്കണം, ഇത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതാണ് പറഞ്ഞത്, കലക്കം വരുത്തേണ്ടതിന്. ഇന്ന് കലക്കം വരുത്തുന്നത് പൈശാചിക ശക്തികളാണ്. എന്നാൽ പല സമയങ്ങളിലും പൈശാചിക ശക്തികൾ മാത്രമല്ല, ചിലരുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ചില വ്യക്തികൾ തന്നെയുണ്ട്. അവർ എരികേറ്റി
അവരോരോ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്നത് കണ്ട് ചിരിച്ച് സന്തോഷിച്ച് അത് സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് അത് കാരണമാക്കുന്നവർ വരെ ഉണ്ട്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ജീവിത പങ്കാളിമാർ ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കയറരുത്. പരസ്പരം ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കി ആ മേഖലകളെ വിവേചിച്ച് പ്രാർത്ഥിക്കണം. 4 കൂട്ടുകെട്ടുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചു മുമ്പ് പറഞ്ഞത്. പല കൂട്ടുകെട്ടുകളും കലഹങ്ങൾക്ക് കാരണമാണ്. ഈ 4 കാരണങ്ങളാണ് കാരണമായിട്ട് ഈ വചനഭാഗത്ത് നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തത്, കുടുംബത്തിലെ പൊട്ടിത്തെറികളും കലഹങ്ങളും എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതിന് ഒന്നാമത്തേത്, ഇങ്ങനെയൊരു കലഹവും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നെഹമ്യാവും കൂടെയുള്ളവരും ചെയ്തത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് 9-ാമത്തെ വാക്യമാണ്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വെറും പ്രാർത്ഥനയല്ല, വെറുതെ പ്രാർത്ഥിച്ചാൽ പോരെ. പ്രാർത്ഥനയെക്കുറിച്ച് ആഴമായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരുന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് ഓരോ വീഡിയോയിലും പങ്കുവെക്കുമ്പോൾ ശ്രദ്ധാപൂർവം നമുക്കൊരുമിച്ച് ദൈവവചനം പഠിച്ച് തകർച്ചകളിലേക്ക് പോകാതെ ദൈവത്തിന് ഗുണകരമായി തീരുന്ന നിലയിൽ, പ്രയോജനകരമായി തീരുന്ന നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ശ്രദ്ധിക്കുക, 3 കാര്യങ്ങളിലാണ് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തേത് പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? രാവും പകലും കാവൽക്കാരെ ആക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? യെരുശലേമേ യെരുശലേമേ, ഞാൻ നിൻ്റെ മതിലിന്മേൽ കാവൽക്കാരെയാക്കും. എന്ത് കാവൽക്കാരാണ്? യഹോവയെ ഓർപ്പിക്കുന്നവരെ. യെരുശലേമിന് അവിടുന്ന് സ്വസ്ഥത നൽകുവോളം നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. ദൈവത്തെ ഓർപ്പിക്കുന്ന കാവൽക്കാർ. ആത്മീക യുദ്ധങ്ങളുടെ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നത് ഗൗരവമായ നിരന്തരമായ പ്രാർത്ഥനയാണ്. എന്തെല്ലാം പ്രാർത്ഥനകളാണ് കുടുംബജീവിതത്തിലെ കലഹങ്ങൾ മാറ്റാനായിട്ടുള്ള പ്രാർത്ഥനകൾ? 1, നഷ്ടപ്പെട്ട കുടുംബ പ്രാർത്ഥനകളെ മടക്കിക്കൊണ്ടുവരിക. നഷ്ടപ്പെട്ട കുടുംബ പ്രാർത്ഥനകൾ. കുടുംബമായി ആരാധനയിലും പ്രാർത്ഥനയിലും സംബന്ധിക്കുക. പറ്റുമെങ്കിൽ കുടുംബമായി ഉപവസിക്കുക. ജീവിത പങ്കാളി ഈ പറയുന്ന രീതിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ മാതൃകയോടെയുള്ള ഒരു ജീവിതം അവരുടെ മുമ്പിൽ നയിക്കുക. അതാണ്. അല്ലാതെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ 10 പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരിക്കലും ആ വ്യക്തി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കില്ല. അതായത് ദൈവവചനം പറയുന്നത്, കൂടെയുള്ള വ്യക്തി ദൈവകൃപയിലല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം കണ്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ റെഫറൻസ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതായത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. അതായത് നമ്മുടെ മാതൃക കണ്ടിട്ട്, മാതൃകയുള്ള ജീവിതം കണ്ടിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് വരാനായിട്ട് ഇടയായിത്തീരും. 20-30 വർഷങ്ങളൊക്കെ അടികൊണ്ട്, ചവിട്ടുകൊണ്ട്, തല്ലുകൊണ്ട്, മദ്യപാനികളായ ആണുങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കൊണ്ട് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെയൊക്കെ വിശ്വാസത്തിലേക്കൊക്കെ കൊണ്ടുവന്ന, അവരെയൊക്കെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിക്കൊണ്ടുവന്ന അനേക ഭക്തിയുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്തിയുള്ള സ്ത്രീകൾ. എനിക്ക് പലരുടെയും അനുഭവം പറയണമെന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ പോലും അറിയാതെ എന്നെ സ്നേഹിക്കുന്നതല്ലേ, എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ വീഡിയോകൾ കാണുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവരുടെ ഒന്നും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. പലരും ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ ജീവിത പങ്കാളികളെ മടക്കി കൊണ്ടുവന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് രാവും പകലുമുള്ള ഗൗരവമായ പ്രാർത്ഥന. അങ്ങനെയാണ് നമ്മൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, ശക്തി ക്ഷയിച്ചു പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ശക്തി ക്ഷയിച്ചു പോകുന്നു, ശക്തി ക്ഷയിക്കുന്ന അനുഭവങ്ങൾ വരും. പക്ഷെ പിന്തിരിയരുത്. ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. എന്തായാലും ആ പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും മറുപടി ഉണ്ട് എന്നുള്ള കാര്യം
നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. രണ്ടാമത്തേത് ആത്മീക വെളിപ്പാടുകളാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 4:15 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ടപ്പോൾ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും താന്താൻ്റെ വേലയ്ക്ക് മതിലിന്മേൽ മടങ്ങിച്ചെല്ലുവാൻ ഇടയായി. ശത്രുവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണത്? കാരണം ദൈവത്തിന് സ്തോത്രം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീക വെളിപ്പാടുകളിൽ, കൃത്യമായിട്ട് ഞാൻ പറയാം, ഈ കഴിഞ്ഞ കുറേ നാളുകളായി കുറച്ച് പേരുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ ഒരു ആത്മീക വെളിപ്പാട് ദൈവം നമുക്ക് തരും. എവിടെയാണ് പ്രശ്നം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്. കണ്ടോ, ഞങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് അവർക്ക് മനസ്സിലായി. ദൈവം അവരുടെ ചിന്തകളെ, അല്ലെങ്കിൽ ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്ന് അവർക്ക് മനസ്സിലായോ? പല പദ്ധതികളും ഗൂഢതന്ത്രങ്ങളും അവരൊരുക്കുകയും അതെല്ലാം രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ തന്ത്രങ്ങൾ കൃത്യമായി വെളിപ്പെട്ടു വന്നു. ഈ ചില കാര്യങ്ങൾ വെളിപ്പെട്ടാൽ അത് വിടുതലാണ്. ഞാൻ ഈ ചിലരോട് ഈ സ്വപ്നങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ദൈവം നിങ്ങൾക്ക് ആ കാര്യം വെളിപ്പെടുത്തിയെങ്കിൽ തന്നെ അതിൻ്റെ വിടുതലിൻ്റെ 1ാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൈവം അത് വെളിപ്പെടുത്തുന്നത് തന്നെ ആ ഒരു വിഷയം ദൈവം ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്, പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഒടുവിൽ 5ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ തകർച്ചകളെ തരണം ചെയ്യാനുള്ള വഴി. എന്താണ് ആ ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം? നെഹമ്യാവിൻ്റെ പുസ്തകം 5ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ മുഴുവനും നിങ്ങൾ വായിച്ചു നോക്കിക്കോ. മുഴുവനും ശുദ്ധീകരണമാണ്. ദൈവഹിതമല്ലാത്ത വഴികൾ, സഹോദരങ്ങൾക്ക് പലിശയ്ക്ക് പണം കൊടുത്തത് നിർത്തലാക്കുന്നു, അനീതിയായി കിട്ടുന്ന കൂലി വേണ്ടാന്ന് വെക്കുന്നു, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ തകർച്ചകൾ, പൊട്ടിത്തെറികളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കുടുംബം ഒരാത്മീക കുടുംബമായി മാറും. പിശാചിന് വന്നു കയറാനായിട്ടുള്ള ഒരു കാര്യവും ആ വീട്ടുകളിൽ ഉണ്ടാകരുത്. ഞാൻ എൻ്റെ കുറേ നാളുകളിലെ അനുഭവത്തിൽ ഞാൻ പറയാം. ചിലരുടെ വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ നിരന്തരമായ സീരിയലുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന വീടുകളുണ്ട്. ചിലർ കറണ്ട് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ കറണ്ട് കിട്ടില്ലല്ലോ, ഇങ്ങനെ സീരിയലുകളും സിനിമയും നിരന്തരമായി ഓടുന്ന വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും അവരൊരാത്മീക കുടുംബമാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകത്തില്ല. കാരണം പിശാചിന് വന്നു കയറാനുള്ള വഴികൾ അവർ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ദൈവികമല്ലാത്ത ദൈവത്തിൻ്റെ വചനം വിലക്കുന്നത് ഒന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാകരുത്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ രോഗങ്ങളും കലഹങ്ങളും സർവ്വസാധാരണമായിരിക്കും. നമ്മൾ എത്ര പരിഹരിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, ഒരു ചെറിയ സുഷിരം മതി ഒരു വലിയ ബോട്ട് അല്ലെങ്കിൽ ഒരു വലിയ കപ്പൽ തകർന്ന് തരിപ്പണമാകാനായിട്ട്. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഞാനീ പറഞ്ഞ 3ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ശുദ്ധീകരണം. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു മേഖലകളിലല്ല. ദൈവം വിലക്കുന്ന വചനത്തിന് പുറത്തുള്ള അതേ സമൂഹത്തിലെ സാംസ്കാരികമായ ചടങ്ങുകൾ, അതൊക്കെ, എനിക്കിതൊരു സമൂഹ മാധ്യമമായതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുന്നിടത്ത് കൃത്യമായിട്ട് ഞാനത് പറയാറുണ്ട്. പലരെയും ഞാൻ പല കാര്യങ്ങൾ കണ്ടവരെ വിലക്കിയിട്ടുണ്ട്, അവരത് നീക്കിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും ഇത് കേൾക്കുന്നത് കൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദൈവാത്മാവ് തന്നെ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരട്ടെ. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ദൈവ സാന്നിധ്യത്തെ
കെടുത്തിക്കളയുന്ന, ദൈവപ്രസാദം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മൊബൈലിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം പടിക്ക് പുറത്ത് ആകണം. പഴയ നിയമ ഇസ്രായേലിനോട് പോലും ദൈവം പറഞ്ഞതാണ്, നീ ജീവിക്കുന്ന നാട്ടിലെ ജാതികളുടെ നടപ്പ് പോലെ നീ നടക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം സന്തോഷം വേണ്ട എന്നോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ട എന്നോ ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള പൈശാചികമായ ശക്തികളെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ വലിയ പ്രതിസന്ധികൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. 4 കാരണങ്ങളാണല്ലോ കുടുംബ തകർച്ചയ്ക്ക് കാരണമായിട്ട് പറഞ്ഞത്. 3 പരിഹാര മാർഗങ്ങൾ. വെറും പ്രാർത്ഥനയല്ല, ഗൗരവത്തോടെയുള്ള ആത്മീക പോരാട്ടം, അല്ലെങ്കിൽ കാവൽക്കാരെ രാവും പകലും ആക്കി അവർ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളിലും അവർ തളരാതെ അവർ ധൈര്യത്തോടെ നിന്നുകൊണ്ട് പൊരുതി. അടുത്തത് അവരെ തന്നെ ശുദ്ധീകരിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുകയാണ്, മതിലിൻ്റെ പണി പൂർത്തീകരിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. നമുക്ക് ആത്മാർത്ഥമായ ഒരാഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകരില്ല, തകർക്കാൻ ആർക്കും കഴിയില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതിനോട് ഞാൻ വിട്ടുപോയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ ഒരു വാക്യത്തിൽ, ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവരെ കൊന്ന് പണി മുടക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കൊല്ലാൻ പോലുമുള്ള സാധാന്യമായ പദ്ധതികൾ ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.